അയ്യോ ഇതിനെ കടം വീട്ടിയതല്ല, എന്നുവെച്ചാൽ സാമ്പത്തിക കടം വീട്ടിയതല്ല ദൈവസ്നേഹം. നീ രോഗിയായിരുന്നപ്പോൾ സൗഖ്യം കിട്ടിയതുമല്ല ദൈവസ്നേഹം. പ്രിയപ്പെട്ട, നീ മരിക്കേണ്ടതിന് പകരം ദൈവം തന്റെ പുത്രനായിരിക്കുന്ന ക്രിസ്തുവിനെ, ഏകജാതവനെ ക്രൂസിൽ തറച്ചതാ പ്രിയപ്പെട്ട ദൈവത്തിന്റെ അഗാധമായിരിക്കുന്ന സ്നേഹം. നിനക്ക് നിന്റെ മകനെക്കാളും വിലയേറിയത് ഒന്നുമില്ലല്ലോ. നിനക്കൊരു മകനുണ്ടെന്ന് കൂട്ടിക്കോ, ഒരു കൊള്ളക്കാരൻ വന്ന് നിന്റെ കൊങ്ങായിക്ക് തോക്ക് വെച്ചിട്ട് എടുക്കടാ 10,000 രൂപ എന്ന് പറഞ്ഞാൽ നീ എടുത്തു കൊടുക്കും. എന്നാൽ നിന്റെ മകനെ എനിക്ക് കൊല്ലണം, ഇങ്ങോട്ട് നാടാ എന്ന് പറഞ്ഞാൽ നീ കൊടുക്കുമില്ല. നിന്റെ പ്രാണനെ കളഞ്ഞ് നിന്റെ മകനെ രക്ഷിക്കാൻ സഹിക്കുമെങ്കിൽ ആ സ്വർഗീയ പിതാവ് നിന്റെ പ്രാണന്റെ വീണ്ടെടുപ്പിന് വേണ്ടി ആ പുത്രനെ താണ ലോകത്തിലേക്ക് എറിഞ്ഞു കളഞ്ഞ പ്രിയപ്പെട്ട അങ്ങോട്ട് നോക്കിക്കേ, ആ ക്രൂസിലേക്ക് അത് നോക്കിക്കേ. നിന്നോടുള്ള സ്നേഹം കൊണ്ട് രക്തമിതാ, അവിടുന്ന് രക്തനദി ഇതാ പാഞ്ഞൊഴുകിയാണ്. പാപമോചനമാകുന്ന രക്തനദി ആ ക്രൂസിൽ വെച്ച് യെരുശലേമിൽ 2000 വർഷങ്ങൾക്ക് മുമ്പ് പുറപ്പെട്ടു വന്നിരിക്കുന്നു. ഓ, അവന്റെ ശരീരം മുഴുവൻ അടിച്ചു തകർത്തും അവന്റെ വിലാപ്പുറം കുന്തം കൊണ്ട് തുളച്ച് അവസാനത്തുള്ളി രക്തവും വെള്ളവും വരെ പുറത്ത് ചാടിച്ചത് പാപിയായിരിക്കുന്നതിനെ സമ്പൂർണ്ണമായിട്ടും കഴുകാന്. ആഹാ, നീ ലോകത്തിൽ ജോലി ചെയ്ത് വൈകിട്ട് എന്താണ് ദേഹം മുഴുവൻ ചെളി പിടിക്കുമ്പോൾ പോയി ശുദ്ധവെള്ളത്തിൽ കഴുകുമല്ലോ. ശരീരത്തിന്റെ സൗഖ്യം അല്പനേരത്തേക്ക് നിനക്കുണ്ടല്ലോ. എന്നാൽ നിന്റെ ആത്മാവിന്റെ വീണ്ടെടുപ്പ്, ആത്മാവിൽ പറ്റപ്പെട്ടിരിക്കുന്ന പാപത്തിന്റെ കളങ്കം മായ്ക്കുവാന് ഓ ഈ പരിശുദ്ധനായിരിക്കുന്ന ക്രിസ്തുവിന്റെ രക്തമല്ലാതെ വേറൊരു രക്തവുമില്ല പ്രിയപ്പെട്ടവരെ. ആ രക്തത്തിൽ ആശ്രയിക്കുന്നവൻ ഭാഗ്യവാൻ.